ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിനീസ് വേൾഡ്. അപ്പോൾ വിഷുവൊക്കെ അല്ലേ, നമുക്കൊരു വിഷുക്കഞ്ഞി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് 1 കപ്പ് ഉണക്കലരി എടുത്തിട്ടുണ്ട്. ഇതില്ലാന്നുണ്ടെങ്കിൽ പച്ചരി എടുത്താലും മതി. 1/2 കപ്പ് വൻപയർ കുതിർത്തി എടുത്തിട്ടുണ്ട്. 5-6 മണിക്കൂർ കുതിർത്തി എടുത്തേക്കുവാണ് കേട്ടോ അത്. ഇനി ഈ പയറൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട്, അതായത് പയറിൻ്റെ മീതെ വെള്ളം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് 2 വിസിൽ കേൾപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എയർ പോയി കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് വെന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇനി ഒരു തേങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ 3/4 പാലിൽ അരി വേവിക്കണം. ഉണക്കലരി 1 കപ്പ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ വെന്ത് വരാനായിട്ട് ഇത്രയും വെള്ളം പോരാതെ വരും. അപ്പോൾ നമ്മൾ പയറിലുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. അതും വെറുതെ കളയണ്ടല്ലോ, പിന്നെ അതിൻ്റെ ഗുണങ്ങളൊക്കെ അതിൽ തന്നെ ഇല്ലേ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാം. ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമാക്കി വെച്ച് കൊടുക്കാം. അത് വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് 2 കട്ട ശർക്കര പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് ഉരുക്കിയെടുക്കാം. ഇതിപ്പോൾ ഉരുക്കി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അരിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് അരി ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ കുറച്ച് സമയമായിട്ടുണ്ട്. നമുക്ക് നോക്കാം അത് വെന്തിട്ടുണ്ടാവുമെന്ന്. ഇതിപ്പോൾ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. കൂടുതൽ ഇത് വെന്ത് പോകാൻ പാടില്ല. ഈ വിഷുക്കഞ്ഞി ഉണ്ടാക്കുമ്പോൾ അധികം വെന്ത് പോകാതിരിക്കണമാണ് ഇതിൻ്റെ പാകം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കണ പയർ ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉരുക്കി അരിച്ച് വെച്ചേക്കണ ശർക്കര ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഒരു കൈ കൊണ്ട് ഒഴിച്ചു കൊടുക്കുക, ഒരു കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 2 കട്ട മാത്രം ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇത് ഒന്ന് വറ്റി വരട്ടെ. അതുവരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഈ ഒരവസ്ഥ, അതായത് ലൂസായിരിക്കുന്ന അവസ്ഥയിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയാൽ മതി. ഇത്തിരി കട്ടിയായിട്ട് വരുന്ന സമയത്താണ് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കേണ്ടത്. അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കേണ്ട കേട്ടോ. 6 kg നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നെയ്യ് കൂടുതൽ ഒഴിക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടും. ഇതൊന്ന് വറ്റി വരട്ടെ കേട്ടോ. അപ്പോൾ അതുവരെ ഇളക്കാം. ഇപ്പോൾ കണ്ടോ, കുറച്ചുകൂടി വറ്റി വന്നിട്ടുണ്ട്. നല്ല ശർക്കരയുടെ കളറൊക്കെ നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം നമ്മൾ 2 ടേബിൾ സ്പൂൺ ഇത്ര നേരമായിട്ട് ഒഴിച്ചിട്ടുണ്ടാവുള്ളേ. ഇതിപ്പോൾ കുറച്ചും കൂടി വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി നന്നായി വരണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2/2 പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു വലിയ ബൗളിന് 1 കപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ബൗളുണ്ടായിരുന്നു കേട്ടോ 2/2 പാൽ. ഇനി ഇതൊന്ന് വറ്റി വരട്ടെ. പാലൊഴിക്കുമ്പോഴൊക്കെ ഫ്ലെയിം കുറഞ്ഞ് തന്നെ ഇരിക്കണം കേട്ടോ. ഇപ്പോൾ ഇത് ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് 1/4 പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പാത്രത്തിൻ്റെ ഒരു പാത്രം പാലെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊഴിച്ച് കഴിഞ്ഞാൽ തിളക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ചൂടാവാൻ മാത്രമേ പാടുള്ളൂ. സൈഡിൽ നിന്ന് തിള ഇങ്ങനെ പൊട്ടുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പോൾ തിള വന്നു തുടങ്ങി. നമ്മളത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 8 ഏലക്ക പൊടിച്ചിട്ട് ആ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തൊണ്ടൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നട്ട്സ് ഇട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കണം. നട്ട്സിനൊന്നും പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബ്ലാക്ക് കളറിലുള്ള ഉണങ്ങിയ മുന്തിരി ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ തേങ്ങ കൊത്തിയിട്ട് ഫ്രൈ ചെയ്ത് അതിടണമെങ്കിൽ അങ്ങനെ ഇടാം. ഞാനിപ്പോൾ നട്ട്സ് മാത്രം ഇട്ട് കൊടുക്കണല്ലോ കേട്ടോ. ഇപ്പോൾ ഇത് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതാ കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വിഷുക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും വിഷുവിൻ്റെ അന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൊച്ചി ഏരിയയിലാണ് കേട്ടോ അത് കൂടുതലായിട്ട് ഞാൻ കണ്ടേക്കണത്. തൃപ്പൂണിത്തുറ ഏരിയയിൽ ഞാനത് കണ്ടിട്ടില്ല അധികം.
അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് വിഷു ആശംസകൾ. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.